ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ഇൻഡസ്ട്രി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു 7 മാസമായി വീഡിയോസ് ചെയ്തിട്ട് വേറെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടേക്ക് അഹോയ് കൺസൾട്ടൻസി വഴി വന്ന സ്റ്റുഡൻസ് 2 പേര് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതേമാതിരി തന്നെ അവരുടെ എക്സ്പീരിയൻസും ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും. ഒരു സ്റ്റുഡൻ്റായിട്ട് വരാൻ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ചിലവ് കുറഞ്ഞ രീതിയിൽ യൂറോപ്പിലേക്ക് എത്തിപ്പെടുക, അതേമാതിരി ചിലവ് കുറഞ്ഞ രീതിയിൽ യൂറോപ്പിൽ വന്ന് പഠിക്കുക എന്നുള്ള ആഗ്രഹങ്ങളുള്ള പിള്ളേർക്കൊക്കെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞില്ലേ 2 പിള്ളേർ, അപ്പോൾ അവരെ നമുക്ക് വീഡിയോയിലേക്ക് വിളിക്കാം. അതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അഹോയ് കൺസൾട്ടൻസി എന്തുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവീസ് അടിപൊളി സർവീസാണ്. അതുകൊണ്ടാണ് അവരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ സർവീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ വന്നേക്കുന്നത് അഹോയ് കൺസൾട്ടൻസി വഴി വന്ന് പിള്ളേരോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് പിള്ളേർ വിളിക്കാം. ഓക്കെ, പോകാം. ഓക്കെ, പേര് എങ്ങനെയാണ്? നിന്റെ പേര് സ്ഥലം എവിടെയാണ്? ഞാൻ കണ്ണൂരാണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എത്ര നാളായി? 4-4.5 മാസം. 4 മാസം. ഓക്കെ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അഹോയ് കൺസൾട്ടൻസിനെ എങ്ങനെ പരിചയപ്പെട്ടത്? ഫസ്റ്റ് നീ പറഞ്ഞു. ഞാൻ സോഷ്യൽ മീഡിയേൻ്റെ ആഡ് ത്രൂ ആണ് ഞാനിത് കാണുന്നത്. മറ്റേ ഈ അഹോയ് കൺസൾട്ടിങ് കാണുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു. ഓക്കെ. അന്നേരപ്പോൾ ഞാനതിൻ്റെ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻക്വയറീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അന്നേരപ്പോൾ ഞാനത് ജസ്റ്റ് എൻക്വയറി ചെയ്തപ്പോൾ അത് ത്രൂ ആയിരുന്നു. എനിക്ക് എറണാകുളത്തായിരുന്നു ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുകയും പിന്നെ കൂടുതൽ കൺവീൻസ് ആകുകയും അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടു. നീ എങ്ങനെ പരിചയപ്പെട്ടു? എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ചാനലിലൂടെ തന്നെയാണ് അറിഞ്ഞത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. അതെ, എൻ്റെ വീഡിയോസ് കണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങളാണ് അശ്ലീജിക്കാൻ്റെ നമ്പർ തന്നെ. ഓക്കെ. ഞാൻ അശ്ലീജിക്കായിട്ട് കോൺടാക്ട് ചെയ്ത് ആളുമായിട്ട് നല്ലപോലെ സംസാരിച്ച് പിന്നെ ഡയറക്റ്റ് പോയി കണ്ട് ഓഫീസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കൺവിൻസിങ് ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി ജെന്യൂൻ ആണെന്ന് തോന്നി. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ മാഷാഅല്ലാ സെറ്റാണ്. എല്ലാം കൊണ്ടും അവരുടെ സർവീസ് ആയാലും ആഫ്റ്റർ സർവീസ് ആയാലും എല്ലാം കൊണ്ടും അവർ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു തന്നുണ്ട്. ഓക്കെ. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഹോയുടെ ഈ വിസ പ്രോസസ്സും അതേമാതിരി ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ എത്ര സമയമെടുത്തു, എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പം മുതൽ ഓൾമോസ്റ്റ് ഒരു 3 to 4 months കഴിഞ്ഞ് എടുത്തു കാണും എൻ്റെ ഒരു വിസ കിട്ടാൻ വേണ്ടി വരെ. പക്ഷേ വിസ കിട്ടുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് ഒരു 20 days 30 days മുമ്പ് തന്നെ കൺസൾട്ടിങ്ങിന് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കൊരു വിസ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും ഒരു മോഡലായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മറ്റേ ഞങ്ങൾക്കൊരു ചെറിയ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു ദിവസം. അന്നേരം അതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബേസിക്കലി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70 days കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വിസ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അടുത്തായിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അഹോയ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അതായത് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വന്ന സമയത്ത് നിങ്ങളെ അഹോയുടെ സർവീസുകൾ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ വന്ന് ഫസ്റ്റ് വന്നപ്പോൾ സർവീസ് ഫുള്ള് പക്കായിരുന്നു. കാരണം നമ്മളിവിടെ വരുന്ന ടൈമിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു, നൈറ്റ് ആയിരുന്നു. പക്ഷെ ആ ടൈമിൽ പോലും നമുക്ക് എയർപോർട്ട് പിക്കപ്പ് കാര്യങ്ങൾ, അതേപോലെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സിം എടുക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആഫ്റ്റർ സർവീസ് എല്ലാം കൊണ്ടും പിന്നെ എൻറോൾമെൻറ്റ് കാര്യങ്ങളും എല്ലാം കൊണ്ടും അവർ തന്നെ ചെയ്തു തന്നുണ്ട്. ഓക്കെ. അപ്പോൾ സർവീസ് അടിപൊളിയായിരുന്നു. സർവീസ് പക്കാണ്. ഓക്കെ. നിങ്ങൾ വന്ന് പെടേണ്ട ആവശ്യമല്ല. കാരണം ഫസ്റ്റ് ആയിട്ട് ഒരാൾ ഇപ്പോൾ യൂറോപ്പിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും അറിയില്ല, പ്രത്യേകിച്ച് ലാംഗ്വേജും വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര തപ്പലായിരിക്കും. അപ്പോൾ ഒരു എയർപോർട്ട് പിക്കപ്പ്, അതേപോലെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുക, നിങ്ങളെ ആ സമയത്ത് വെളുപ്പിന് 2 മണിക്കൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കുക, അവിടെ പോയി സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നല്ലോ. അതെ അതെ, ഭയങ്കര. അടുത്ത് ചോദിക്കാമെന്ന് വെച്ചാലേ നിങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 4 മാസമായില്ലേ? 4 മാസം കഴിഞ്ഞു. ഇപ്പോഴും അഹോയുടെ സർവീസ് എങ്ങനെയാണ് ഇവിടെ? നിങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി? ഞങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഓൾ 1 year വരെ ഞങ്ങൾക്ക് ഫുള്ള് ഞങ്ങൾക്ക് അസിസ്റ്റൻസ് തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗ്യാരണ്ടീഡ് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും എൻക്വയറിക്കും കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ പലതവണയായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേരപ്പോൾ എല്ലാം ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനോ കാര്യങ്ങൾക്കോ പിന്നെ ഞങ്ങൾക്ക് ആരെയായിട്ട് കോൺടാക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നേരം ഞങ്ങളുടെ ഏജൻസി വഴിയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടി ചോദിച്ചാലും മെസ്സേജ് അയച്ചാലും അവർ റിപ്ലൈ തരും, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ? അതെ, അങ്ങനെ ഞങ്ങൾക്ക് 4 മാസം കഴിഞ്ഞിട്ട് 4 മാസം വരെ സ്റ്റിൽ 1 year വരെ തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അടുത്തായിട്ട് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോലി, ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെയധികം വളരെയധികം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാഗിലാണെങ്കിലാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതല്ല നിങ്ങൾ ഔട്ടർ പ്രാഗ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാനുള്ളത്? നിങ്ങളിപ്പോൾ ഔട്ടർ പ്രാഗ് മ്ലാഡ ബുളോസ്ലാവിലാണ് നിങ്ങൾ താമസം. നമ്മൾ ഔട്ടർ പ്രാഗിലാണ്, പക്ഷേ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പ്രാഗിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രാഗിൽ നല്ലപോലെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു പാർട്ട് ടൈം ജോബ് കിട്ടും എന്നുള്ളത് ഷുവറായിരുന്നു. നിങ്ങൾ വന്നിട്ട് എത്ര നാൾ ശേഷമാണ് പാർട്ട് ടൈം ജോലി കിട്ടിയത്? എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടാഴ്ച കിട്ടി. അത് ഫസ്റ്റിലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു, അത് അവിടെ തന്നെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പ്രാഗിൽ, ഔട്ടർ പ്രാഗിലായിട്ട് ഒരു യുക്രൈനിയൻ വെയർ ഹൗസിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ബോൾട്ടിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ബോൾട്ട് നമുക്ക് ഫുഡ് ഡെലിവറി അങ്ങനെ ഓടാം, നമുക്ക് സൈക്കിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെന്റിന് എടുത്തിട്ടോ അങ്ങനെയും വർക്ക് ചെയ്യാം താല്പര്യമുള്ളവർക്ക്. പിന്നെ ഇപ്പം കറന്റ് ഒരു ചൈനീസ് കമ്പനി ഒരു കാർ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് വർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടായില്ല, ഇറങ്ങി തിരിക്കണം. നമ്മൾ തന്നെ ഒന്ന് മുൻകൂട്ടി ഇറങ്ങി നല്ലോണം ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ. പക്ഷെ മ്ലാഡയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ലാംഗ്വേജിന്റെ പ്രശ്നം എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് പ്രാഗിൽ വന്നിട്ട് ചെക്കിൽ വന്നിട്ട് ലാംഗ്വേജിന്റെ പ്രശ്നം എങ്ങനെയുണ്ട്? ഇവിടെ നമ്മുടെ ലോക്കൽ ഏരിയസിൽ മാത്രമേ ഈ ഇഷ്യൂ ഉള്ളൂ. അവിടെ കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. പക്ഷെ നമ്മൾ ഈ പ്രാഗിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു വിഷയം നമുക്കില്ല. എല്ലാവരും അത്യാവശ്യം എല്ലാവരും. പക്ഷെ ചില സമയങ്ങളിൽ ലാംഗ്വേജിന്റെ പ്രശ്നം വരാറുണ്ടല്ലോ. ചില സമയങ്ങളിൽ അടുത്തായിട്ട് ചോദിക്കണമെന്ന് വെച്ചാല് നിങ്ങളുടെ സ്കോഡയിലെ ക്ലാസ്സുകൾ അതേമാതിരി തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പഠിത്തവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണോ, അതോ നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയാണോ, അതോ അഹോയ് കൺസൾട്ടൻസി പറഞ്ഞ മാതിരി തന്നെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കറന്റ് സിറ്റുവേഷൻ എന്താ? ക്ലാസ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നമ്മളെ ഫസ്റ്റിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു, ആ ഒരു ഇംഗ്ലീഷ് സിങ്ക് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ പിന്നെ റെഡിയായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് ലാംഗ്വേജ്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. പിന്നെ വലിയ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ലെവൽ ഒരു സിലബസ് തന്നെയാണ്. ആണല്ലോ. നിനക്ക് എങ്ങനെയാണ്? അതെ, എനിക്ക് അതേപോലെ തന്നെയാണ് ഫീൽ ആയത്. മറ്റേ കൺസൾട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ അതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, ഫോം ഓഫ് ടീച്ചിങ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ എനിക്കുണ്ടായിരുന്ന രീതിയിൽ ആദ്യമേ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ടോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിരുന്നു, കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. പാർട്ട് ടൈം ജോലിയും ഇതും കൂടി പറ്റുമ്പോൾ പ്രശ്നമുണ്ടോ? ചെറിയ മാനേജ് ചെയ്യാനുള്ള ചെറിയൊരു, അതായത് ഇപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷിഫ്റ്റ് എടുക്കുന്നുണ്ട്. ചില ടൈമിൽ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയൊക്കെ മാറി എടുക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് യൂസ്ഡ് ആയല്ലേ? പിന്നെ എനിക്ക് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം മ്ലാഡയിലായിരുന്നു, ഇപ്പോൾ നിങ്ങളിവിടെ പ്രാഗിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എങ്ങനെയാണ്? ലിവിങ് എക്സ്പെൻസ് അതേമാതിരി തന്നെ കാര്യങ്ങൾ. ഞങ്ങൾ ആദ്യം മ്ലാഡയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മ്ലാഡയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് 5250 ചെക്രോൺസ് ആയിരുന്നു ഞങ്ങൾക്ക് ലീവിങ് മറ്റേ അക്കോമഡേഷനായിട്ട് ഞങ്ങൾക്ക് ആയിക്കൊണ്ടിരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 18,000 റുപ്പീസ് ഇന്ത്യൻ കറൻസി ആയിട്ട് ഒരാൾക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പ്രാഗിലോട്ട് മാറിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6200, 6300 ആ റേഞ്ചിലോട്ടുള്ള ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലീവിങ് കോസ്റ്റ് കമ്പാരറ്റീവ്ലി കുറച്ച് കൂടുതലാണ് പ്രാഗിലോട്ട് വരുമ്പോൾ. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അത് നമ്മളെ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും. നമ്മൾ ഓരോരുത്തരുടെ സ്വന്തമായിട്ട് കുക്ക് ആണെങ്കിൽ ചിലവ് കുറയ്ക്കാം. എന്നാലും ഓൾമോസ്റ്റ് ഒരു 10,000 നമുക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാം. മൊത്തം ലിവിങ് എക്സ്പെൻസ് ഹോൾഡ്. അടുത്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്കോഡ ഓട്ടോ യൂണിവേഴ്സിറ്റിയിലാണ്. സ്കോഡയുടെ ഓട്ടോ യൂണിവേഴ്സിറ്റി അല്ലേ ഈ മ്ലാഡയിലുള്ളത്? മ്ലാഡയിൽ ഒന്നുണ്ട്, പ്രാഗിൽ ഇവിടുത്തെ ലാംഗ്വേജ് ആണ്, ചെക്ക് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്കോഡ ഓട്ടോ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവിടുത്തെ ഫീസും കാര്യങ്ങളും അതേമാതിരി അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പേ ലേറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളിവിടെ എത്തിയിട്ട് അടിച്ചാൽ മതി എന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് ക്ലാസ് കയറുമ്പോൾ അടിച്ചാൽ മതി, ഫീ അടിച്ചാൽ ഫസ്റ്റ് സെമ്മിന്റെ ഫീ അടിച്ചാൽ മതി. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ MBA ഇതാണ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ് കോഴ്സ് വരുന്നത്. ഞങ്ങൾ രണ്ടും MBA മാർക്കറ്റിംഗ് ആണ്, ഒരേ ഫീൽഡാണ്. ഇനി ചെക്കിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിൽ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റുള്ള പിള്ളേർക്ക്, അതായത് ഇപ്പോൾ ചെക്കിലേക്ക് സ്റ്റുഡൻ്റായിട്ട് വരാൻ താല്പര്യമുള്ള പിള്ളേർക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ അടുത്ത്? ചെക്കിലോട്ട് ഇനി വരുന്ന സ്റ്റുഡൻസോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും നല്ലൊരു ഏജൻസിയെ ആദ്യം ഫസ്റ്റ് ചൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്ക് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നല്ല ഡിലേ കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈവൻ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക്
കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളൊക്കെ വന്നാലും നമുക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമുക്കൊന്നും അവസരം ഉണ്ടാവില്ല. ഈവൻ വിസൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിപ്പം ബെറ്റർ നല്ലൊരു ഏജൻസി. അടുത്ത സെമസ്റ്റർ നമുക്ക് ലേറ്റ് മിസ്സാവും. ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ 6 മാസം നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് ഇൻടേക്കിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പം ബെറ്റർ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ UK, അതായത് ജർമ്മനി, ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ കണ്ടമാനം മലയാളീസിൻ്റെ, എക്സ്പെഷ്യലി നമ്മൾ UK എടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടമാനം മലയാളീസിൻ്റെ, അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് അത് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും? കമ്പാരിറ്റീവ്ലി ഇവിടെ പോപ്പുലേഷൻ കുറവാണ്. പോപ്പുലേഷൻ മലയാളീസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഒക്കെ കുറവാണ്. അപ്പോൾ നല്ലൊരു ഫീസും കുറവാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രി കൂടിയാണ്. നമ്മളൊന്ന് എഫേർട്ട് ഇടാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സെറ്റിൽ ആവാം ആണല്ലേ. ഫ്രണ്ട്സ്, അതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതേമാതിരി തന്നെ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരാൻ നിൽക്കുന്ന നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് വിശ്വാസം. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആഹോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത്, ആഹോയുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അവർക്ക് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. അവരുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഈ ചോദിച്ചാണ് ചോദ്യങ്ങൾ ഏകദേശം ഒരു 10 ചോദ്യങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ ഈ ചോദിച്ചാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരാൻ നിൽക്കുന്നൊരു സ്റ്റുഡൻ്റാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പാരൻ്റാണ്, നിങ്ങളുടെ മക്കളെ പുറത്തേക്ക് പഠിക്കാൻ വിടണം എന്നുള്ള ആഗ്രഹമുള്ള പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളും കാര്യങ്ങളാണെന്ന് ഞാൻ ചോദിച്ചേക്കുന്നത് എൻ്റെ വിശ്വാസം. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, സ്റ്റുഡൻസിനെ കുറിച്ച്, പഠിക്കാൻ വരുന്ന പിള്ളേരെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആഹോയി കൺസൾട്ടൻസിയുടെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. അവർ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ എന്തായാലും തന്നിരിക്കും. അപ്പോൾ അതേമാതിരി ഞാനും തരാൻ മാക്സിമം നോക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഏകദേശം 7 മാസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, റിപ്ലൈ തരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇനി മുതൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട്, നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ആക്കി പൊളിക്കുക, സെറ്റാക്കുക, പ്രാക്ടിക്കൽ നല്ലൊരു ജോലിയിലേക്ക് മാറാം. ഇപ്പോഴത്തെ സ്ട്രഗിളും കാര്യങ്ങളും നോക്കേണ്ടത് ഇപ്പോൾ എല്ലാവരും ഇതേവരെ തന്നെയാണ്. ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു സമയത്ത് രക്ഷപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ